കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗോഫോർഗാനിക്സിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഗോഫോർഗാനിക്സ് ഗ്രീൻ ക്ലബ് വിദ്യാർത്ഥികളെ ജൈവകൃഷിയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സംരംഭമാണ്. പഠനത്തിനൊപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷണത്തെയും കാർഷിക വളർച്ചയെയും കൈക്കൊള്ളാൻ ഇവർ തയ്യാറാകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ എക്കോ ഫ്രണ്ട്ലി ഗ്രോ ബാഗുകൾ ഉപയോഗിച്ച് വെണ്ട, വഴുതന, തക്കാളി, പച്ചമുളക്, ചീര തുടങ്ങിയ പച്ചക്കറികൾ കൃഷി ചെയ്തു. നമ്മൾ ഇത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് വരെ നമുക്ക് ഈ പ്രകൃതിയെക്കുറിച്ച് അറിയാമെങ്കിലും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് വിശദീകരിച്ച് നമുക്കിതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇത് കയറിയതിന് ശേഷം തൊട്ട് ഓരോ ക്ലാസ്സുകളും അതെല്ലാം കാരണം കൃഷിയൊക്കെ എങ്ങനെ ചെയ്യാം അതിനൊക്കെ കുറിച്ച് നമ്മൾ കുറേ പഠിച്ച് നമുക്ക് ഈ ചെടിയോടുള്ള ഒരു സ്നേഹം കുറച്ചുകൂടെ കൂടി. നമ്മൾ എന്നും വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചെടിയൊക്കെ രോഗമൊക്കെ വരുമ്പോൾ അതൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ആക്കി തരുന്നുണ്ട്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ആദ്യ വിളവെടുപ്പ് നിർവഹിച്ചപ്പോൾ അത് വെറും ചീരയല്ല, കുട്ടികളുടെ അധ്വാനത്തിന്റെയും ഏകോപനത്തിന്റെയും ഫലമായിരുന്നു. വിളവെടുത്ത ചീര വിൽക്കുകയും അതിൽ നിന്നുള്ള വരുമാനം ഗോഫോർഗാനിക്സ് ഗ്രീൻ ക്ലബിൽ പങ്കെടുത്ത കുട്ടികളുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ജൈവ കൃഷിയെയും ജൈവ പരിപാലന രീതികളെയും മനസ്സിലാക്കാൻ ഇത് വലിയൊരു അവസരമായി. ഗോഫോർഗാനിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫാമിംഗ് സിസ്റ്റം നമ്മുടെ സ്കൂളിലേക്ക് വന്നപ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ട് HMന്റെ ഭാഗത്ത് നിലപാടുണ്ടാവുകയും കൃഷിയിൽ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൽ മുന്നോട്ട് വരികയും നമ്മുടെ കുട്ടികളെ, കൃഷിയുമായി താല്പര്യമുള്ള കുട്ടികളെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അങ്ങനെയാണ് ഈ ഒരു ഫാമിങ്ങിലോട്ടുള്ള ഒരു ഇതൊരു കൊളാബറേറ്റീവ് ഫാമിംഗ് എന്ന് പറയാം. ഇതിൻ്റെ പ്രൊട്ടക്ഷനും ഇതിൻ്റെ വാട്ടറിങ് അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം ഗോഫോർഗാനിക്സിൻ്റെ സ്റ്റാഫിനോടൊപ്പം നമ്മുടെ കുട്ടികൾ തന്നെയാണ് അത് മുന്നിട്ട് നിന്നത്. ദൈനംദിനമുള്ള അതിൻ്റെ പരിചരണം എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ള സംഗതി തന്നെയായിരുന്നു. നല്ല വെയിലുണ്ട്, വേനൽക്കാലമാണ്, എങ്കിൽ പോലും ഒരു ദിവസം പോലും പാഴാവാതെ രാവിലെയും വൈകുന്നേരവും നമ്മുടെ കുട്ടികൾ എന്നോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ഗോഫോർഗാനിക്സിൻ്റെ സ്റ്റാഫിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായി നല്ല ഒരു റിസൾട്ട്, നല്ലൊരു ഹാർവെസ്റ്റിംഗ് നമുക്ക് എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഗോഫോർഗാനിക്സ് ഗ്രീൻ ക്ലബിന്റെ ലക്ഷ്യം വെറും ഒരു സ്കൂളിലല്ല, കേരളത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ കാർഷിക മികവിലേക്ക് നയിക്കുകയാണ് ഗോഫോർഗാനിക്സിന്റെ ലക്ഷ്യം. 1.5 മാസമായിട്ട് ഒരു പച്ചക്കറി കൃഷി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 35ഓളം കുട്ടികൾ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. വളരെ സജീവമായിട്ട് കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. കൂടാതെ ഈ ഓർഗനൈസേഷൻ്റെ ഭാരവാഹികളും അത് വളരെ നന്നായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിന് നല്ലൊരു പച്ചക്കറി തോട്ടം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് കുട്ടികൾക്ക് ഇതിലുള്ള സന്തോഷവും അവരുടെ ഇൻവോൾവ്മെൻറ്റുമാണ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വളരെ അച്ചടക്കമായിട്ട് കുട്ടികൾ അതിനെ പരിപാലിക്കുകയും അതിനുവേണ്ട കരുതൽ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സ്കൂളിന് വളരെ അധികം മുതൽക്കൂട്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സന്തോഷം അറിയിക്കുന്നു. അടുത്ത അധ്യയന വർഷം മുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ മറ്റ് സ്കൂളുകളിലേക്ക് ഈ പ്രോജക്ട് വ്യാപിപ്പിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. കാർഷിക പാഠങ്ങൾ പഠിച്ചുകൊണ്ട് കുടുംബത്തിനും സമൂഹത്തിലും മാറ്റം കൊണ്ടുവരാൻ ഗോഫോർഗാനിക്സിന്റെ ഈ പ്രോജക്ട് കുട്ടികളെ തയ്യാറെടുപ്പിക്കും.